വർഷങ്ങൾക്കെതിരെയും പടപൊരുതി വീര്യകഥകൾ തീർത്ത ഞങ്ങളുടെ സർക്കാരിന്റെ 5 വർഷക്കാലത്തെ വികസന പെരുമഴയിൽ ഒരു നാഴികക്കല്ല് കൂടി കരുതലിന്റെ കൈത്താങ്ങുമായി കരിങ്കുന്നം പഞ്ചായത്തിൽ നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം മാർച്ച് 26 ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിക്കുന്ന വിവരം സസന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അധർമ്മത്തിന്റെ പടക്കളത്തിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനൗൺസ് ചെയ്തു പോയില്ലേ ഉദ്ഘാടനം? അവിടെ തറക്കല്ലിട്ടിട്ടുള്ളല്ലോ, പിന്നെ ഇങ്ങനെ ഉദ്ഘാടനം നടക്കണത്? കല്ലിട്ടില്ലേ? നമ്മുടെ മന്ത്രി കല്ലിട്ടല്ല, പിന്നെ എന്താ ഉദ്ഘാടനം ചെയ്യണേ? അത് മോശമല്ലേ? ബിൽഡിംഗ് ആവാണ്ടോ ഉദ്ഘാടനം നടക്കല്? ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങളുടെ സർക്കാരിന് അറിയാം. തന്നെ പോലെയുള്ള ഒരു പീഡിയത്തിന്മേൽ വന്നിരുന്ന എല്ലാ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. 26-ാം തീയതി ഒരു വിളിച്ചു പറ. 26-ാം തീയതിനുള്ളിൽ കല്ലിട്ട് ഒരു ബിൽഡിംഗ് പണി പൊന്തുവോ? ഞാൻ അങ്ങനെ ചോദിക്കണോ? 26-ാം തീയതി കഴിയൂന്ന്. നടക്കാത്ത കാര്യം ഞങ്ങൾ പറയാറില്ല, ചെയ്യാറില്ല. അല്ല, ഞാൻ ഇപ്പൊ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഇത്രയും ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണത് വരാൻ പോണ ഈ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ടല്ലേ? നൂട്ടാ, ഈ നവലിബറൽ ആശയങ്ങളും കൊളോണിയലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഒരു അന്തർധാര നിനക്കറിയാല. അതിന്റെ ബഹിസ്ഫുരണമാണ് ഇതൊക്കെ. ഞമ്മളോ ബഹിസ്ഫുരണോ? ഇതല്ലേ ഈ ഇടത്തിനോട് വെച്ച് നോക്ക്. ഞാൻ ഈ പീഡിയ കൊലയിൽ വന്ന് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതുവരെ എന്നെ ആരും ബഹിസ്ഫുരണം ഒന്നും വിളിച്ച് കളിയാക്കിയില്ല. കാര്യമായിട്ടും തെറി പറഞ്ഞല്ലേ നിങ്ങളെ? പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത്. എടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാക്കുമെന്ന്. മുഴുവൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ശരിയാക്കിയേക്കണ കാര്യങ്ങൾ ഞങ്ങളായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളെയും ബോധ്യപ്പെടുത്താനാ. ഞങ്ങൾക്ക് ആരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യനും വോട്ട് ചെയ്യാതിരിക്കൂല. തനിക്ക് കിറ്റ് കിട്ടണ്ട മേടിച്ച് നക്കിയാ തനിക്ക് പെൻഷൻ തന്നെ ഉണ്ടാ. എന്നിട്ടല്ലേ ഈ പീഡിയറാത്ത് വന്നിരിക്കണ. അപ്പൊ തന്നെ ആ വർത്താനം പറയണ്ട. ഞാൻ കണ്ടതാ ഈ റോഡ് നോക്ക്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു പോയ റോഡാ. ഇങ്ങനെയാണ് ഉദ്ഘാടനം നടത്തല്? എന്താ ഈ റോഡിന് എന്താ കുഴപ്പം? അത് ശരി. സാധാരണ റോഡിന്റെ ഉദ്ഘാടനം എങ്ങനെയാ പ്യാരിയ നടക്കല്? റോഡൊക്കെ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് താറൊക്കെ ഇട്ട് കുളൂസായി കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം നടക്കല്. ഈ സാധനം മെറ്റൽ പോലും ഇവിടെ ഉണ്ടായില്ലല്ലോ. അപ്പൊ അത് റോഡ് ടാർ ചെയ്ത് അപ്പുറം ഇപ്പുറം വെള്ള വരയൊക്കെ ഇട്ട് പണിയാൻ വേണ്ടിട്ട് കൺവീനർ ഉത്തരവാക്കിയിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. എന്റെ അടുത്തുണ്ടല്ലോ, ഭാരിച്ച് ജയിക്കാൻ പറ്റൂല. അല്ലെന്ന് വെറുതെ വല്ലതും പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കൊല്ലൂടെ ജീവിച്ചിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ. ഈ മാസത്തെ കിറ്റും വന്നിട്ടുണ്ട്. അതിൽ 2 മാസ്കും ഉണ്ട്. പോയി മേടിച്ച് പറയാനല്ലേ. അതെ പേരേട്ടാ, ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയണതേ ഉദ്ഘാടനം മാത്രമായിട്ട് ചുരുങ്ങി പോണെന്ന് പറയാനുണ്ട്. ജനങ്ങള് പറയുന്നുണ്ട്. നീ അത് പറയരുത്. ഇത് ഞാൻ ഒതുക്കി തരാം. അതായത് ഇപ്പോഴത്തെ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം. മൊയ്തൂക്ക, ഇപ്പോഴത്തെ ഈ സംസാരം പാർട്ടിക്കെതിരെ മന്ത്രിസഭക്കെതിരെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നവലിബറൽ ആശയങ്ങളുടെ വലതുപക്ഷ വ്യതിയാനത്തിന്റെയും അമേരിക്കൻ സാമ്രാജ്യ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു വികസനം അത് നമ്മളുടേതല്ലാതാക്കി മാറ്റാനുള്ള ഒരു ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഇതിൽ നടപ്പുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പാർട്ടിനെയും ഭരണത്തിനെയും വിമർശിക്കണം. അല്ലാതെ എന്താണ് നമ്മൾ ചെയ്യാത്തത്? പറഞ്ഞ നേരം തന്നെയാണോ അത്? പിന്നെ കറക്റ്റല്ലേ? ഇപ്പൊ തന്നെ മൊയ്തൂക്ക, ഇത്രയും ഉദ്ഘാടനങ്ങൾ നടന്നേക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത്ര ഉണ്ടാവൂല. ഇപ്പൊ തന്നെ ഈ മാസം തന്നെ 1000 ഉദ്ഘാടന പരിപാടികളാണ് പാർട്ടി ടാർഗറ്റ് ചെയ്തേക്കുന്നത്. 1000 നമ്മളുടെ ഈ സ്ഥാനത്തിലൂടെ പണിത പാലങ്ങള്, റോഡുകള്, സ്കൂളുകള്, സ്റ്റേഡിയങ്ങള്, മുഴുവൻ സാധനങ്ങളും എല്ലാം ഈ മാസം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അത്രാവശ്യം ഭരണം നമ്മളെ കൈമ തന്നെ വരൂ. ഉറപ്പായിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കണ്ട. അത് തുടർ ഭരണമെന്ന് പറഞ്ഞാൽ തുടർ ഭരണം തന്നെയാണ്. അല്ല വിചാരിയേ, കൈത്ത് നല്ല സ്വർണ്ണമാലയൊക്കെ കണ്ടല്ലോ. ഇതെടുന്നേ വികസനമല്ലേ മൊയ്തൂക്ക? ഇത് കഴിഞ്ഞ പ്രളയത്തിൽ കുറച്ച് ഫണ്ട് പിരിച്ചതിൽ ബാക്കി വന്നു. അത് ഞങ്ങള് യൂണിയൻകാരൊക്കെ കൂടി പിരിവിട്ടെടുത്ത് ആ പൈസ ഇട്ട് ഇപ്പൊ വൈഫ് പറഞ്ഞ് ഒരു മാല മേടിച്ച് അങ്ങോട്ട് കഴുത്തിലിട്ടേരിയാലും ബുദ്ധിമുട്ടി നടക്കണല്ലേന്ന് ഓർമ്മിച്ചു. പ്രളയത്തിന്റെ ഓർമ്മ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയായി. പിന്നെ അരി കൊടുത്ത് വഞ്ചി ഇറക്കി അത് കഴിഞ്ഞപ്പോ കുറച്ച് ഫണ്ട് വന്നതാണ്. അർഹതപ്പെട്ടവരെ കണ്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ബുദ്ധിമുട്ടിയതാണ്. നമ്മളൊക്കെ തന്നെ അർഹതപ്പെട്ടവര്. അത് തന്നെ. അതെന്ന് പറഞ്ഞാല് നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി. എനിക്കൊരു കാര്യം ഉറപ്പാ, എന്റെ മനസ്സ്
ഹരിഹരന്റെ ഒരു വലിയ സംഭവം ഉണ്ട് മൊയ്തൂക്ക. എന്ത് സംഭവം? ഇതൊക്കെ കാര്യങ്ങളെ പറയണെന്നറിയാം. വായിക്കൊള്ളാത്ത ഭർത്ത മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ കുറെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വായി മൂടിക്കെട്ടി. അതാണ് അവന്റെ സ്വഭാവം. പുള്ളി പറയണതൊക്കെ കൃത്യം കാര്യങ്ങൾ, നിങ്ങൾക്കത് മനസ്സിലാവാണ്ടാണ്. അതെ, ഇവന്റെ അച്ഛൻ കുറെ കാലം ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ അറിയാം. എനിക്ക് ഒരു വിവരവും ഇല്ലാത്ത വർത്താനം പറഞ്ഞു പോകും. കണ്ണുവെട്ടിച്ച് ഒരു ടിപ്പറിൽ ഗ്രാവല് പോയാണ്ടില്ലേ? കണ്ടെന്താ പോവാഞ്ഞ പോണ എന്തിനാണ്? പൈസ 150 മേടിച്ച്. എന്നാ പിന്നെ അവനത് ഇവിടെ കൊണ്ടുവന്ന് തന്നൂടെ? വെറുതെ ഇപ്പൊ ഹരിഹരനിട്ട് ഓടിക്കണം. മനുഷ്യനിട്ട് ഇടങ്ങേറൊക്കെ കൊണ്ടുവന്ന് തന്നേച്ചാ മതി. നമ്മള് ചെന്നില്ലെങ്കിലേ അത് കുത്തിയിട്ട് മിണ്ടാതെ പോയി കളയും. ഇതാ ഞാൻ പറഞ്ഞേ, ഇപ്പം ഇവിടെ വരാൻ പോണ ഒരു MLA ആണ്. ഇപ്പം MLA ആവുപോയി മന്ത്രി ആവണം. എന്തിനാണ് നീ പീഡിയറാത്തിരുന്ന് പോണ വണ്ടിന്നൊക്കെ 150 മേടിക്കണ? എനിക്ക് ഇനി മന്ത്രിയാണ്. അല്ല, നല്ലതാണ്. അല്ല, എന്റെ ഈ രാഷ്ട്രീയത്തിലുള്ളൊരു കഴിവ് കണ്ടിട്ടാ ഞാൻ പറയണേ. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രത്യയശാസ്ത്രമായിട്ട് ചിന്തിച്ചിട്ട് ഈ നവലിബറൽ ആശയങ്ങൾ മനസ്സിലാക്കി ഇതാ ഞാൻ പറഞ്ഞേ, ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തില് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാ ഞാൻ പറഞ്ഞത്. അത്രയൊന്നുമില്ല. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ ചെറുപ്പക്കാർ ഭാഗത്ത് കുറവാ. നിങ്ങക്ക് മനസ്സിലാവാണ്ടാണ് നീ പറയണേക്ക. അയ്യയ്യേ, ആ ഒരു മന്ത്രിയാവാനുള്ള യോഗ്യത ഒക്കെ ഉണ്ടെന്ന് പറയാണ്ടോ? അതുണ്ട്. നമ്മള് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണം, അവർക്ക് നന്മ ചെയ്യണം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മതി, അത് മതി. അല്ലാതെ അങ്ങനെയല്ല സാർ, അത് കണക്കുണ്ടല്ലോ. പിന്നെ കണക്കുണ്ട്. അതായത് ഒരു 89 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ ഒരു 68 എണ്ണത്തിന്റെ ശിലാസ്ഥാപനവും. ഒരു മിനിറ്റ്, എന്താ ഉദ്ഘാടനം കഴിഞ്ഞ 8 എണ്ണത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞില്ല സുമേഷ് ചേട്ടാ? പിന്നെ ഉണ്ടല്ലേ? അല്ല അത് ഇവിടെ പറഞ്ഞതാ. അല്ല കഴിഞ്ഞില്ല. അത് മാത്രല്ല, ഒരു 43 പദ്ധതികളുടെ ഉദ്ഘാടനവും 25 പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഈ മാസം നടക്കാണ്ട്. ഇങ്ങോക്ക് ആ 9 എണ്ണത്തിന്റെ പണി നടക്കൂല. അത് ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. എന്താ പറഞ്ഞത്? ആ 9 എണ്ണത്തിന്റെ പണി നടക്കൂലെന്ന്. ഇത് സുമേഷ് ചേട്ടൻ ശരിക്കും ഭരണപക്ഷത്താണോ അതോ പ്രതിപക്ഷത്താണോ? നമ്മൾ ഭരണപക്ഷത്തല്ലേ. പിന്നെ നമ്മക്കന്നെ ഭാരം വെച്ചോണ്ടിരുന്ന എങ്ങനെ? നേരാണല്ല. ഞാനേ അത് പറഞ്ഞപ്പോ എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു പോയി. നല്ല ആളാണ് കേട്ടോ. ഞാൻ ആൾക്കാരായിട്ട് എന്തെന്ന് വിചാരിക്കാ? ഞാൻ വേറെ ആളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. അത് നമ്മൾ ചെയ്യാറുണ്ടോ പ്രവർത്തനം? ചെയ്യാറില്ലേ? എന്ത് ഉദ്ദേശിക്കണത്? എലക്ഷൻ നടക്കാറായി, കളിക്കല്ലേട്ടാ. മരുന്നൊക്കെ കഴിക്കലുണ്ടപ്പോ കറക്റ്റ്? മരുന്നൊക്കെ കറക്റ്റ് കഴിക്കണ്ടോ? 9 എണ്ണം ഇപ്പൊ 4 ആയി. ഇനിയിപ്പോ ഈ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇതിന്റെ പുറകിലുണ്ടായിക്കോട്ടാ. എന്നാ നോക്കണം കേട്ടോ. അതൊക്കെ നോക്കിയോളൂ, ഉഷാറായിട്ട് ഇറങ്ങും കേട്ടാ. പിന്നെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ വെട്ടി തുറന്ന് പറയണമെന്നില്ല. കുറെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്. ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയാ. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ കാര്യങ്ങളില്. ഒരു ഹലോ. മനസ്സിലായി. പറഞ്ഞോളൂ. എന്താ? എന്റെ പൊന്നും മാഷെ, സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരെ വിളിക്കാൻ പറ്റുമോ ഈ സമയത്ത്? അല്ല, നടക്കില്ല. എത്ര പദ്ധതികളുടെ ഉദ്ഘാടനം ഈ കിടക്കണമെന്ന് അറിയാം. അതൊന്ന് ചാർട്ട് ചെയ്യാൻ സമയം കിട്ടില്ല ഇവിടെ. ഇല്ലില്ല. എന്ത് ബന്ധം പറഞ്ഞാലും ശരി, അത് ഒരു വിഷമവും വിചാരിക്കരുത്. അത്ര തിരക്കിലാണ് ഞങ്ങൾ, അത്ര തിരക്കില്ല. പിന്നെ വിളിക്കോ കേട്ടോ. ഞാൻ വേറെ ഒരു മീറ്റിംഗിലാ, ഞാൻ വിളിക്കാം. ഓക്കെ. സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നമ്മൾ ചാർട്ട് ചെയ്ത കാര്യങ്ങൾ നടക്കണില്ല. എന്തായിരുന്നു? അല്ല, ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. അതെയാ? എലക്ഷൻ എടുക്കാറായിട്ടോ? ഒന്ന് സജീവായിക്കോ. അങ്ങനെ സജീവമായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. എന്താ പ്രശ്നം? എന്റെ മോനെ കിഡ്നിക്ക് സുഖമില്ല. അയ്യോ. കിഡ്നി മാറ്റി വെക്കണം എന്നാ പറയണത്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം കിട്ടാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടാവും എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പൊ അത് കിട്ടുമെന്നറിയാൻ ഞാനേ വല്ലാത്തൊരു തിരക്കില്ല. ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്ന് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി ചെന്ന് കാണാൻ പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി കോയിനേട്ടനും ഞാൻ നല്ല പരിചയത്തിലാണ്. അപ്പൊ പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ ജില്ലാ സെക്രട്ടറിയെ ചെന്ന് കണ്ടാൽ മതി. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ സാറേ വന്ന്. അതെ, ഇതിപ്പോ ഒന്നും വിരോധം ഉണ്ടായിട്ടല്ലേ, അപ്പോഴത്തെ സാഹചര്യം അത്ര പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഉദ്ഘാടനങ്ങൾ തന്നെ ഒന്ന് ചാർട്ട് ചെയ്ത് വിടാൻ പറ്റില്ല.
മോന് വളരെ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഇത് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞത്. ഒരു വർഷം വിചാരിക്കണ്ട, ഞാൻ പറയട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോന്നാ നമുക്ക് എന്താ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്. 2 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞോട്ടെ. കാരണം നിക്കക്കളിയില്ല, അതാ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടായി ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്ക് ചെയ്യാം. എന്തെങ്കിലും കിട്ടിയ ഹലോ ആ ആ പിന്നെന്താ ഉദ്ഘാടനം, പിന്നെ നമ്മളത് തീരുമാനിച്ചല്ലേ, ഡേറ്റ് ഫിക്സ് ചെയ്തല്ലേ അത്. പിന്നെ അതെന്താ നടക്കാതെ നല്ല കാര്യമായ എന്നല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേ. തീർച്ചയായിട്ടും അത് ഭംഗിയാക്കാൻ നമുക്ക്. ഇല്ല ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ ചെയ്യാം കേട്ടോ. ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെന്താ ഓ ഉണ്ടാവും. ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. ശരി അപ്പൊ ശരി. പോയി വിളിക്കാൻ. അല്ല ഞാനേ വേറൊന്നല്ല, നമുക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് ഒന്ന് വേറെ ആലോചിക്കാൻ പറ്റണല്ലേ. ശരി ഓക്കെ. നമ്മുടെ പാർട്ടിക്കാരാണ്. ആണോ? പിന്നെ പക്ഷെ മുഖത്തൊരു ഇതില്ലല്ലോ. ഇല്ലില്ല, അത് പിരിവ് തന്നു വെറുത്തിട്ടാണ്. അതെ കാര്യേട്ടാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോലെ. ഇവിടെ കഴിക്കാനുള്ള ആയില്ല, 3-4 വീടും കൂടി കേറിയിട്ട് വരാ. പച്ചമണി സുധേട്ടാ അതെ, മറ്റേ പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കുള്ളൊരു സംഭാവനയൊക്കെ ഇറങ്ങിയതാണ്. എന്തിന്? അല്ല നമ്മുടെ പ്രവർത്തന ഇലക്ഷനൊക്കെ വരണല്ലേ പാർട്ടിയുടെ. ഇലക്ഷൻ എന്തിനാ പൈസ? എന്താ സുധേട്ടാ നിങ്ങൾ ഇങ്ങനെ എന്താ കാര്യം എല്ലാം അറിയണതല്ലേ എനിക്ക്. മോനും മരുന്നിന് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് നാട്ടിൽ നിങ്ങളെ തെണ്ടിട്ടാ ഞാൻ. പിന്നെ നമ്മള് സഹായിക്കൂലേ, അത് സുധേട്ടൻ ഒറ്റക്കല്ലല്ലോ, നമ്മള് കൂടെയില്ലേ. ഞാൻ കണ്ടതാ, സഹായം ചോദിച്ചു ചെല്ലണവരൊക്കെ എന്താ പറയുന്നത്. അങ്ങനെയില്ല, നമ്മള് നിങ്ങളെ പോലെ വെച്ചോ. ഇതെന്താ പച്ച നാരങ്ങ വെള്ളം കുടിക്കണ്ട, തല വേനിച്ചിട്ട് വയ്യാതെ. ഓ വന്നാ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ഇനിയിപ്പൊ അതിനും കൂടി ഞാൻ വരണ്ടു. സുധേട്ടനെയൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ ഈ വാക്ക് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ. ഇങ്ങനത്തെ സമയത്തൊക്കെ എന്നെ പോലുള്ളവരെ കാണണം, അല്ലാത്തപ്പോ ഒന്നും കാണണ്ട. ശരി എന്തായാലും ബുദ്ധിമുട്ടുണ്ടെ പറയണേ. ഒക്കെ പരിഹരിച്ചു തരില്ലേ. വീണ്ടും മുന്നോട്ട് പുള്ളി മൊത്തം നെഗറ്റീവാണല്ലോ. പുള്ളി പലമ്പാണ്. 10-ങ്കിൽ 10 കിട്ടിയല്ല. ഈ മണ്ടൂന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ എഴുതിയ പേപ്പർ എൻ്റെ മുമ്പ് വന്ന് വായിച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിക്കാവുന്നു. ഇത് ഞാൻ എന്തോ വായിക്കാനാണ്. സാറേ ഇത് ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ മണ്ടു അങ്ങനെയൊക്കെ സംസാരിക്കണത്? ഞാൻ മണ്ടുവിനെ എന്ത് ശല്യം ചെയ്തതാണ്? ഓരോ മന്ത്രിമാരെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനോട് പെരുമാറും പോലെ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പെരുമാറണുണ്ടോ? പിന്നെന്തിനാ ഇങ്ങനെ പറയണേ? സാറേ ഞാൻ സാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഒരു 50-50 പാർട്ടിയില്ലേ, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായനശാലയില് സാംസ്കാരിക പരിപാടി സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഒന്നാമത് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന്. വല്ല പള്ളിക്കൂടോ പാലം ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അവർ വിളിച്ച ഫോൺ എടുക്കണ്ട. പിന്നെ മെമ്പർ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യം എന്തോയി? സാർ അത് പണി കഴിഞ്ഞിട്ടില്ല. എന്താ മണ്ടു, പണി കഴിഞ്ഞതൊക്കെയാണ് നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട. മണ്ടു ഒരു ഡേറ്റ് അങ്ങ് കുറിച്ചോ? സാറേ അത് പറഞ്ഞപ്പോഴാ വെള്ളിനേടി പഞ്ചായത്ത് ഓഫീസില്ലേ, അത് എന്ന് വേണേലും ഉദ്ഘാടനം ചെയ്യാം. അതൊക്കെ മണ്ടു ഡേറ്റ് അങ്ങ് നോക്കി എന്നോട് ചോദിക്കണ്ട. അത് ഉചിതമായ ഡേറ്റ് നോക്കി അങ്ങ് ഫിക്സ് ചെയ്തു. സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ആഴ്ച. അത് ഉദ്ഘാടനം ചെയ്തല്ലേ? ഈ ദിവസം 4-5 ഉദ്ഘാടനം ആകുമ്പോ ഏത് ചെയ്തില്ല എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കേ ബാക്കി ചെയ്യാനുള്ള ഉദ്ഘാടനങ്ങളുടെ ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. വിളിച്ചാലെടുക്കാത്തത് എന്താണ്? ബെല്ലടിച്ച് ബെല്ലടിക്കണ്ടേ? താൻ വിളിച്ചോണ്ടിരിക്കല്ലായിരുന്നു വേറെ ആളെ. അപ്പൊ പിന്നെ ഞാൻ വിളിക്കുമ്പോ എങ്ങനെയാ അത് ബെല്ലടിക്കണേ? അതാണ്. അതെ, തന്റെ ഈ ജാതി തട്ടിപ്പും തരിക്കണം കാണാനല്ലേ അവിടെ വന്നിരിക്കണേ. ഈ ഉലാത്തില് നേരം കുറയല്ലോ ആണല്ലോ. താൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ ഇതിന് വേണ്ടിട്ട്? ഞാൻ അയാളെ വിളിച്ചോണ്ടിരിക്കാണ് സാറേ. ആരെ? കോൺട്രാക്ടറെ.
അപ്പൊ അയാൾക്ക് പണിക്കാരെ കിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും നമ്മള്? എടോ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് വെറും തറക്കല്ലിട്ട് പോന്നിരിക്കാൻ വേറെ ചുക്കും ചെയ്തിട്ടില്ല അവിടെ. അത് തറക്കല്ലിട്ടിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ. ഇത് തറക്കല്ലിടല്ലേ ഉദ്ഘാടനം ഒക്കെപ്പാടെ ഒരുമിച്ച് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് സാറേ? എടോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ കരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നം. പഞ്ചായത്തിന്റെ കരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നമാണ്. ഇത് എത്ര നാളെന്ന് വിചാരിച്ച ആളുകൾ ഇങ്ങനെ പറ്റിക്കാന്ന്. മന്ത്രിയുടെ മുഴുവൻ ചീത്ത വിളി കേൾക്കണ ഞാനാ. എന്തിനോ 3-4 വർഷം ഉണ്ടായിട്ട് ഇത് സമയാസമയങ്ങളിൽ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതിയായിരുന്നല്ലോ. ഇത് എല്ലാം കൂടി ഈ ഒരു അവസാന കൊല്ലത്തിന് വേണ്ടി കാത്തു വെച്ചതിന്. എടോ ഈ 4 വർഷം കടന്നുപോയത് എങ്ങനെ അറിയോ തനിക്ക്? അറിയോ? 2 പ്രളയം, പിന്നെ ഒരു ഉരുൾപൊട്ടല്, ഇതൊക്കെ കഴിഞ്ഞപ്പോ കൊറോണയും എന്നിട്ട് പിടിച്ചു നിന്നില്ലേ സർക്കാർ? അതെ, ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടട്ടോ. അടുത്ത ആഴ്ച മന്ത്രി ഉദ്ഘാടനത്തിന് എത്തുമ്പോ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താൻ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം. അത്ര എനിക്കറിയാലോ. ചെയ്തില്ലെങ്കിൽ അതപ്പം കാണാം. അതെ, എന്നാ സാർ ഒന്ന് വിളിച്ചു നോക്കി ആരെ? ആ കോൺട്രാക്ടറെ. ഞാൻ 2 നമ്പർ നോക്കണ്ട എടുക്കണ്ട ഫോണേ. കോൺട്രാക്ടറെ വിളിച്ചിട്ട് ആ പണി ഏൽപ്പിക്കൽ എന്റെ പണി അല്ല. ആണോ? എന്നാ എന്തെന്നാണ് എവിടെ